ഒരു കഥ ചൊല്ലട്ടുമാ. നമുക്ക് ചെന്നൈയിലേക്ക് പോകാം. ചെന്നൈ നഗരത്തിന്റെ വിഖ്യാതമായ ഒരു പാലമുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്, അണ്ണ മേൽപ്പാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനൊരു കഥയുണ്ട്. അത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ പാലം നവീകരിച്ചത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ നഗരത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായ അണ്ണ മേൽപ്പാലത്തിലേക്കാണ് ഇനി ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. അവിടെ ആരുണ്ട്? മനീഷ് മൂർത്തി ഉണ്ട്. അതെ. പ്രജിൻ, പ്രവിത, വണക്കം. ഇന്ന് നമുക്ക് ചെന്നൈയിലൊരു പാലത്തിൻ്റെ കഥ അറിയാം. അണ്ണ മേൽപ്പാലം. ഇതാണ് ജമിനി പാലം. ജമിനി പാലത്തിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, എല്ലാ തൂണുകൾക്ക് താഴെയും ഇങ്ങനെ LED ലൈറ്റുകളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. 10,90,00,000 രൂപ മുടക്കിയാണ് ഈ പാലത്തിൻ്റെ നവീകരണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചെന്നൈയുടെ ഒരു ഐക്കൺ ബിൽഡിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐക്കൺ ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ബിൽഡിംഗ് 50 വർഷം പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയത്. അരനൂറ്റാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പാലം. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിലുള്ള പുനരുദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഗംഭീരമാക്കിയിട്ടുണ്ട് ആ പാലം. അപ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ കാഴ്ചകൾ എന്തായാലും ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാം. മാത്രമല്ല ആ പാലത്തിൻ്റെ ഒരു ചരിത്രവും നമുക്കറിയാം. ആയിരത്തി 1948 ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ആശയം പറയുന്നത്. അത് പറയുന്നത് കോർപ്പറേഷനിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ഹാജി മീരാൻ സാഹിബ് ആയിരുന്നു. പക്ഷേ പിന്നീട് കുറേ ചർച്ചകളൊക്കെ നടന്നു, അത് അങ്ങനെ ഫലം കണ്ടില്ല. അങ്ങനെ 60കളുടെ അവസാനമാകുമ്പോഴേക്കും പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. ആ സമയത്ത് നേരത്തെ ഈ പദ്ധതി പറഞ്ഞിരുന്ന ഹാജി മീരാൻ സാഹിബ്, അദ്ദേഹം കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ കമ്പനിയുടെ ഈ ഈസ്റ്റ് കോസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്നു. അങ്ങനെ 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആശയം തന്നെയാണ് ഈ പാലത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം തന്നെ നടപ്പിലാക്കിയത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 73 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു റിനോവേഷനും മറ്റു കാര്യങ്ങളും കൂടി നടത്തിയിട്ടുണ്ട്. നല്ല പുല്ലൊക്കെ വെച്ച് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പാർക്ക് ആക്കി ഇത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിനൊപ്പം തന്നെ പെരിയോറുടെ ഒരു പ്രതിമ ഇവിടെ, ഇത് നേരത്തെ സ്ഥാപിച്ചതാണ്, ആ പ്രതിമ കുറച്ചുകൂടി ഭംഗിയാക്കി. അപ്പം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്, നവീകരിച്ച പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ പാർക്കിലേക്കൊക്കെ ഇനി ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് വരാം. അല്പ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം വരാൻ പറ്റും. അപ്പം അതൊക്കെയാണ് അണ്ണ മേൽപ്പാലത്തിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു കഥയായിട്ട് വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, 24. മൊത്തത്തിൽ കളറായിരിക്കുന്നുണ്ടല്ലേ പാലം?